ആത്മഹത്യ ചെയ്ത് കൊള്ളാമെന്നുണ്ട്. ഞാൻ അടിച്ചു പൊളിച്ചാൽ മര്യാദയ്ക്ക് ഡെയിലി പണിക്ക് പോകണമെന്ന് ചക്കനായിരുന്നു. ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കേണ്ടിയിരുന്ന ആളായിരുന്നില്ല സനൂപ്. അച്ഛനും അമ്മയും 1ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. ആ യാത്ര എന്നേക്കുമായുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതി. നമ്മുടെ ഈ ആരോഗ്യമന്ത്രി ഇവിടെ ചൊരക്കാനിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇവരൊക്കെ പിച്ച് ചീന്തി എടുത്തത്. കാലുവേദന എന്നും പറഞ്ഞ് ആശുപത്രി ചെല്ലുമ്പോൾ കണ്ണ് രണ്ടും പിഴുതെടുക്കുക, വയറുവേദന എന്ന് പറഞ്ഞ് ചെല്ലാൻ നേരത്തെ അതിൻ്റെ അകത്ത് കത്രികയും കൂടെ തുന്നി കെട്ടി വെക്കുക. എന്തുവാ ഇത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഓരോരുത്തരും ഒരു ആശുപത്രി പോകാനെ കൊണ്ട് പേടിക്കുമല്ലേ. ഇതുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു അവസ്ഥ നാളെ നിനക്കൊക്കെ വരും. ഈ ആരോഗ്യമന്ത്രി ആയാലും ആർക്കായാലും നാളെ നിനക്കൊക്കെ വരും. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇടയ്ക്ക് എവിടെ പോയി തല തട്ടി വീണെന്നോ പെടലി ഉളിക്കെന്നോ പറഞ്ഞ് ICUവിൽ കൊണ്ടുപോകുന്നില്ലേ? അടാ, അതിന്റെയൊക്കെ ഒരു അംശം നിന്നെയൊക്കെ വോട്ട് തന്ന് നിന്നെയൊക്കെ ഇത്ര ആക്കിയ ഈ ജനങ്ങൾക്ക് നീയൊക്കെ ഒന്ന് കാണീനി. ഇതിനൊക്കെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് തന്നെ ആകണം. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവര് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാന്നൊക്കെ പറയുന്നത്. അവരെന്തോ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പോയി. ഇപ്പൊ ഈ അടുപ്പിച്ച് 3 കേസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ സമയമാവാൻ നേരത്തെ എല്ലാവരും ചിരിച്ചു തൊലിച്ചു വരും. എന്നിട്ട് ഇതുപോലത്തുള്ള തന്തയില്ലാഴികൾ കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുമോ എന്തോ.